ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു JK ടെക്സ്റ്റർ ഡിസൈൻസ്. ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ആൻറ്റിക് ടൈപ്പ് ക്ലാഡിംഗ് ടെക്സ്റ്റർ ഡിസൈനാണ്. ഇത് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഉപയോഗിക്കുന്നു. കൂടുതലായും എക്സ്റ്റീരിയറാണ് ഉപയോഗിക്കാറുള്ളത്. ഇതിൽ 4 തരം കളറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഇതെങ്ങനെ ചെയ്യാമെന്ന് കാണാം. ഈ വാളിലാണ് ടെക്സ്ചർ വർക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ച് വാൾ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്യുക. ടെക്സ്ചർ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഏത് ഭിത്തി ആയിക്കോട്ടെ, പഴയതോ പുതിയതോ ആയിക്കോട്ടെ, ആദ്യം തന്നെ നമ്മൾ ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. എന്നിട്ട് വർക്ക് തുടങ്ങുന്നതാണ് നല്ലത്. ബ്രിക്ക് ടൈപ്പ് ടെക്സ്ചർ വർക്ക് ആയതുകൊണ്ട് ബ്രിക്കിന് ഗ്രൂവ് വരുത്തുവാനായി 6mm മാസ്കിംഗ് ടേപ്പാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇനി മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും ബ്രിക്ക് ഷേപ്പിൽ ഒട്ടിക്കാം. ഇവിടെ ചെയ്യുന്ന ബ്രിക്കിൻ്റെ അളവ് 4 ഇഞ്ച്, 3.5 ഇഞ്ച്, 3 ഇഞ്ച് സൈസുകളിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം പല അളവിലും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ റാൻഡം ഷേപ്പ് ബ്രിക്കുകളാണ് ഉപയോഗിക്കുന്നത്. വെർട്ടിക്കൽ ലൈൻസ് വരക്കുവാനായി സ്പിരിറ്റ് ലെവൽ ഉപയോഗിക്കുക. ഇപ്പോൾ ഏകദേശം വാൾ മുഴുവനായും മാസ്കിംഗ് ടേപ്പ് ബ്രിക്ക് ഷേപ്പിൽ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ടേപ്പിൻ്റെ പുറത്ത് ഒരു കോട്ട് പുട്ടി വടിച്ചിടാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന പുട്ടി ആക്മാടെക്സിൻ്റെ ഫൈൻ പ്ലാസ്റ്ററാണ്. ഇതുപയോഗിച്ചാണ് ഞാൻ ബേസ് കോട്ടും ടോപ്പ് കോട്ടും ചെയ്യാൻ പോകുന്നത്. ഇനി ഇതേപോലെ ബ്ലേഡ് ഉപയോഗിച്ച് ഒരു കോട്ട് പുട്ടി വടിച്ചിടുക. പുട്ടിയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ടേപ്പ് പൊളിയാത്ത രീതിയിലായിരിക്കണം പുട്ടിയിടേണ്ടത്. മുഴുവനായും ഫസ്റ്റ് കോട്ട് പുട്ടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യാം. ഇനി ഞാനിവിടെ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുകയാണ്. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. നമ്മളുടെ കോരി ബ്ലേഡ് ഉപയോഗിച്ച് ചെറിയ രീതിയിൽ പുട്ടിയെടുത്ത് ഇതേപോലെ വിടർത്തിയിടുക. മുഴുവനും സെക്കൻഡ് കോട്ട് ഈ രീതിയിൽ ഇട്ടതിന് ശേഷം അല്പനേരം ഡ്രൈ ആകാൻ വെയിറ്റ് ചെയ്യുക. സെക്കൻഡ് കോട്ട് ഡ്രൈ ആയതിനു ശേഷം ഈ രീതിയിൽ 6 ഇഞ്ച് പുട്ടി ബ്ലേഡ് ഉപയോഗിച്ച് ഭിത്തി മുഴുവനായും ഫ്ലാറ്റ് ചെയ്ത് കൊടുക്കുക. ഭിത്തി മുഴുവനായും ഫ്ലാറ്റ് ചെയ്തതിന് ശേഷം മാസ്കിംഗ് ടേപ്പ് ഓരോന്നായി പൊളിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ മാസ്കിംഗ് ടേപ്പും പൊളിച്ചെടുത്തിരിക്കണം. മുഴുവനായും മാസ്കിംഗ് ടേപ്പ് പൊളിച്ചിട്ടുണ്ട്. ഇനി മെറ്റീരിയൽ ഡ്രൈ ആകുവാൻ വെയിറ്റ് ചെയ്യുക. മെറ്റീരിയൽ ഡ്രൈ ആയതിനു ശേഷം ബേസ് കോട്ട് പെയിൻറ് അപ്ലൈ ചെയ്യാം.
ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ എക്സ്റ്റീരിയർ എമൽഷനായ എയ്സ് ആണ്. ഈ കളർ കിട്ടുവാൻ വേണ്ടി ബേസ് വൈറ്റ് വാങ്ങി അതിൽ സ്റ്റെയിനർ ആഡ് ചെയ്താണ് ഞാൻ ഈ കളർ ഉണ്ടാക്കിയെടുത്തത്. ഈ രീതിയിൽ റോളറും ബ്രഷും ഉപയോഗിച്ച് ബേസ് കോട്ട് പെയിൻറ് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ മുഴുവനായും ബേസ് കോട്ട് പെയിൻറ് അപ്ലൈ ചെയ്തു കഴിഞ്ഞു. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം ടോപ്പ് കോട്ട് പെയിൻറ് അപ്ലൈ ചെയ്യാം. ടോപ്പ് കോട്ട് പെയിൻ്റായി ഞാൻ ഉപയോഗിക്കുന്നത് ഇൻഡിഗോൻ്റെ ബ്രൗൺസ് കളറാണ്. ഈ രീതിയിൽ പെയിൻറ് ബ്രഷ് ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മുഴുവനായും ബ്രൗൺസ് കളർ അടിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു കോട്ട് ഗോൾഡൻ കളർ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഇതിനായി ഞാൻ ഉപയോഗിക്കുന്നത് ഇൻഡിഗോൻ്റെ ഗോൾഡൻ കളറാണ്. ഗോൾഡൻ കളർ അപ്ലൈ ചെയ്തതിന് ശേഷം ബ്രിക്സിൻ്റെ ഗ്രൂ തെളിക്കാനായി ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്യാം. ഇതിനായി ഞാൻ ഉപയോഗിക്കുന്നത് ജെറ്റ് ബ്ലാക്ക് ആണ്. കൂടി വരച്ചു കഴിഞ്ഞാൽ ഈ വർക്ക് കഴിയുന്നതാണ്. ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോയും വിശേഷങ്ങളുമായും ഇനി നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ.